ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗ്രാമീണ ബാങ്ക് എംപ്ലോയീസ് യൂണിയനും കേരള ഗ്രാമീണ ബാങ്ക് ഓഫീസേഴ്സ് യൂണിയനും കേരള ഗ്രാമീണ ബാങ്ക് റിട്ടയറീസ് ഫോറം സംയുക്തമായി ധർണാ സമരം സംഘടിപ്പിച്ചു. മലപ്പുറത്തെ കേരള ഗ്രാമീണ ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പിലായിരുന്നു സമരം. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് കേരള ഗ്രാമീൺ ബാങ്ക് എംപ്ലോയീസ് യൂണിയനും കേരള ഗ്രാമീൺ ബാങ്ക് ഓഫീസേഴ്സ് യൂണിയനും കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറവും സംയുക്തമായി ധർണാ സമരം സംഘടിപ്പിച്ചു. മലപ്പുറത്തെ കേരള ഗ്രാമീൺ ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻപിലായിരുന്നു സമരം. ബെഫി അഖിലേന്ത്യാ അധ്യക്ഷൻ SS അനിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും അങ്ങനെ ഒരു ഡിസംബർ 30 ഇട്ടു. ഏപ്രിൽ 1 വരെ സമയമുണ്ടായിരുന്നു. അതിനർത്ഥം ഏപ്രിൽ 1 റൂൾ ഇറങ്ങേണ്ടതാണ്. പക്ഷേ ഇന്നേ ദിവസം വരെ റൂൾ ഇറങ്ങിയതായി ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ഇതിനിടയ്ക്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിലെ ഓഫീസർമാരുടെ സംഘടന 1 ദിവസം പണിമുടക്ക്, 2 ദിവസം പണിമുടക്ക് ആഹ്വാനം കൊടുത്തു. നിങ്ങളിൽ പലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. പക്ഷെ എന്നാലും ഇപ്പോൾ ഒന്ന് ഓർത്തിരിക്കണത്, അവിടുത്തെ ഐബോക്കുമായി അപ്ലീറ്റ് ചെയ്ത ഒരു സംഘടനയുള്ള ഓഫീസർമാർക്ക് അവർ പണിമുടക്കിൽ നോട്ടീസ് കൊടുത്തു. 2 ദിവസത്തെ പണിമുടക്ക്. അവരുടെ പണിമുടക്കിന്റെ ഒരു ഡിമാൻഡ് എന്തായിരുന്നു അറിയോ? ഞങ്ങളുടെ ഓഫീസ് പൂട്ടിയിട്ടത് തുറന്നു തരണമെന്നാണ്. യൂണിയന്റെ ഓഫീസേ ആലോചിക്കണം. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ചെന്നൈയിലാണ് ഹെഡ് ഓഫീസ്. അവിടെ ഐബോക്ക് എന്ന് പറയുന്ന സംഘടനയുടെ IOBയിലെ ഓഫീസർ സംഘടനയ്ക്ക് ഒരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ ഒരു ദിവസം അവിടെ ജീവനക്കാരുണ്ട്, യൂണിയന്റെ ജീവനക്കാരും പണിയെടുക്കുന്നുണ്ട്. അവിടെ രാവിലെ ഒരു ദിവസം 10 മണിക്ക് വന്നപ്പോൾ അവരുടെ പൂട്ട് കൂടാതെ വേറൊരു പൂട്ടും കൂടെ ഇട്ട് പൂട്ടിയിരിക്കുന്നു. ചോദിച്ചപ്പോഴേ പറയണത് മാനേജർ കൂട്ടിക്കൊണ്ടുപോയി. ഏത് മാനേജർ ഐബോക്കുകാരനാ. അയാൾക്ക് മേളിൽ നിന്ന് നിർദ്ദേശം വെച്ചു പൂട്ടിക്കൊണ്ടുപോകാൻ. എന്നിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ 5:30 ഓഫീസ് കൊടുക്കുള്ളൂ, 5 ലക്ഷം കയറിയാൽ മതി. അങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനം നടത്തിയാൽ മതി. അത്ര KGBRF സംസ്ഥാന സെക്രട്ടറി CV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. സംഘടന അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ബിഗേഷ് ഉണ്ണിയൻ വിശദീകരണം നടത്തി. ട്രാൻസ്ഫർ പോളിസിയിൽ കേന്ദ്ര സർക്കാരിന്റെ അനധികൃത കൈക്കടത്തൽ അവസാനിപ്പിക്കുക, താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, പ്രൊമോഷൻ റൂൾ, സർവീസ് റെഗുലേഷൻ, ലീവ് റൂൾസ് എന്നിവ സ്പോൺസർ ബാങ്കിലേതിന് തുല്യമായി പരിഷ്കരിക്കുക, ഉഭയകക്ഷി കരാർ പൂർണ്ണമായും നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരത്തിന്റെ ഭാഗമായി സമ്പൂർണ്ണ നിസ്സഹകരണം കൂടി നടത്താൻ സംഘടന ആഹ്വാനം നൽകിയിട്ടുണ്ട്. എന്നിട്ടും പരിഹാരമുണ്ടായില്ലെങ്കിൽ ജൂൺ 8 രാജ്യവ്യാപകമായി ഏകദിന പണിമുടക്കും പാർലമെന്റിന് മുന്നിൽ ധർണയും സംഘടിപ്പിക്കുമെന്നും സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ഭാരവാഹികളായ സനിൽ ബാബു, C രാജീവൻ, MV സത്യനാഥൻ, AA ഷാജു, രജിതമോൾ എന്നിവർ സംസാരിച്ചു. C ഭാനുപ്രകാശ് സ്വാഗതവും P രാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.